അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈദ് മുബാറക്. ഇന്നത്തെ നമ്മളുടെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഒരു ഈദ് സ്പെഷ്യൽ എപ്പിസോഡാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതും ഈദ് സ്പെഷ്യൽ ബിരിയാണിയാണ്. ഒരുപാട് പേർക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് വളരെ കുറച്ച് സമയം എടുക്കുന്ന ഒരു ബിരിയാണിയാണിത്. ഒരുപാട് സ്റ്റെപ്സ് ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു ബിരിയാണിയാണിത്. അപ്പൊ നമുക്ക് നമ്മുടെ പണിയിലേക്ക് കടക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ 1 കിലോ ചിക്കന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പും. തൈര് ഞാനിവിടെ 6 ടീസ്പൂൺ തൈരാണ് ഇട്ടിട്ടുള്ളത്. നല്ല കട്ട തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇഞ്ചി 2 ടീസ്പൂൺ ഇഞ്ചിയുടെ പേസ്റ്റ് വേണം. വെളുത്തുള്ളി വേണ്ട, ഇഞ്ചി മാത്രം. അപ്പം നമുക്കിതിനെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്തു. ഇനി നമുക്കതിനെ ഒന്ന് ഫ്രിഡ്ജിൽ 2 മണിക്കൂർ നേരം വെച്ചൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോഴത്തേക്കും നമ്മുടെ ബിരിയാണിയുടെ മസാല റെഡിയാക്കാം. ഇത് ആഡ് ചെയ്യാറാവുമ്പോഴത്തേക്കും ആദ്യം നമുക്ക് വേണ്ടിയത് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലോട്ട് നമുക്ക് കുറച്ച് സിന്നമൺ സ്റ്റിക്സും കാർഡമം ഇട്ട് കൊടുക്കാം. ഈ പച്ചമുളകും ബേ ലീഫും ആഡ് ചെയ്തതിനു ശേഷം നമ്മുടെ ഉള്ളി ഫുള്ള് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ കുറച്ച് തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ തക്കാളിയും നമ്മുടെ ഈ ഉള്ളി ഒന്ന് സോട്ടായി കഴിഞ്ഞാൽ നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബിരിയാണി ഫുള്ള് കളർഫുള്ളാണ്. കണ്ട, പച്ച, ചുമപ്പ്, മഞ്ഞ, വയലറ്റ്. അപ്പോൾ നമ്മുടെ ഉള്ളി ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ഈ ബിരിയാണി എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടെ സ്റ്റെപ്സ് വേണമെങ്കിൽ ചേർക്കാം. ഇപ്പൊ പറഞ്ഞാൽ നമ്മളുടെ ഫ്രൈഡ് ഒനിയൻ ലാസ്റ്റ് ഇടുമല്ലോ, ആ സ്റ്റെപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ നെയ്ക്കകത്ത് എന്താ പറയുക, കാഷ്നട്ടും മുന്തിരിയും അതും സോട്ട് ചെയ്ത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിടാം. അല്ലെങ്കിൽ സാഫ്രൺ മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റെപ്പാണ്. ഇത് പ്രോപ്പർ ഈസി ആൻഡ് സിമ്പിൾ ഈദ് സ്പെഷ്യൽ ബിരിയാണിയാണ്. ഈവൻ ഒരു ഗസ്റ്റ് പെട്ടെന്ന് വന്നാൽ പോലും നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു ബിരിയാണിയാണ്. നമ്മുടെ കുക്കർ ബിരിയാണിക്ക് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. കുക്കർ ബിരിയാണിക്ക് നമുക്ക് 1 ഉള്ളിയുടെ ആവശ്യമുള്ളൂ. പക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള ദം പോലത്തെ ബിരിയാണിയൊക്കെ വെക്കുമ്പോഴത്തേക്കും ഞാൻ ഇതിലിപ്പം 5 ഉള്ളി ആഡ് ചെയ്തിട്ടുണ്ട്.
അതേപോലെ ഇങ്ങനെയൊക്കെയുള്ള ബിരിയാണി വെക്കുമ്പോൾ കുറച്ചും കൂടെ ഉള്ളി നമുക്ക് കയറി കിടക്കണം. അപ്പം ഞാനിപ്പോൾ ഒരു 2 ഗ്ലാസ് അരിയാണ് കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം വെള്ളം നമ്മൾ തിളപ്പിക്കാൻ വെക്കുകയാണ്. അതിനോടൊപ്പം തന്നെ കുറച്ച് ഉപ്പും എണ്ണയും ആഡ് ചെയ്ത് കൊടുക്കണം. അത് എണ്ണ ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും നല്ല വിട്ട് കിടക്കാനും. നിങ്ങൾ ആവശ്യത്തിന് അരി എടുത്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കപ്പ് എടുത്താൽ മതി. അരി നല്ല ഉപ്പ് ലേശം കയറി കിടക്കണം. അപ്പം നമ്മൾ വെള്ളം തിളപ്പിക്കുമ്പോഴത്തേക്കും കുറച്ച് ഉപ്പ് കയറി കിടക്കണം. കാരണം എന്താന്ന് പറഞ്ഞാൽ നമുക്ക് അരി കുക്കായി വരുമ്പോഴത്തേക്ക് അപ്പൊ കണ്ടോ നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്, തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ വെള്ളം ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് നാരങ്ങാ നീരും കുറച്ച് ഓയിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ നമ്മുടെ മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ മല്ലിയില നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ കുക്ക് ചെയ്യാൻ തുടങ്ങുമ്പം വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി ഈ ഒരു കൺസിസ്റ്റൻസി എത്തുമ്പോഴത്തേക്കും നമ്മുടെ ചോറ് ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നല്ലൊരു ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസി ആയി വരുമ്പോഴത്തേക്കും ഒരു സെമി ഗ്രേവി പോലെ, എന്നിട്ട് നമ്മുടെ റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ബിരിയാണിയുടെ ഇതിൽ നമ്മൾ ലെയറായിട്ട് ചെയ്യുന്നില്ല. ആ ചിക്കൻ കുക്ക് ചെയ്തതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ റൈസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിൽ നമ്മൾ ഗാർണിഷ് ചെയ്തിട്ട് ദം ചെയ്യുവാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വെച്ച് ഗാർണിഷ് ചെയ്യാം കേട്ടോ. ഇത് വളരെ സിമ്പിൾ ഒരു ബിരിയാണി ആയതുകൊണ്ട് സിമ്പിൾ സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഗാർണിഷ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാനിവിടെ നമ്മുടെ ഫോയിൽ പേപ്പർ കൊണ്ടാണ് ദം വെക്കാൻ പോകുന്നത്. നല്ല ടൈറ്റായിട്ട് അതിൻ്റെ അടപ്പ് പ്രസ് ചെയ്യുക. അതിന് ശേഷം അതൊരു 15 to 20 മിനിറ്റ്സ് വരെ സിമ്മിൽ വെക്കുക. മാക്സിമം നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഒരു 25-30 മിനിറ്റ്സ് വരെ ഇരുന്നാലും ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ദം പൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി റെഡിയായി. അപ്പോൾ എല്ലാവരും ഈ ഒരു ഈദ് സ്പെഷ്യൽ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഞങ്ങളുടെ കറണ്ട് വീഡിയോസും ഫ്യൂച്ചർ വരാനിരിക്കുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടാനായിട്ട്, അപ്ഡേറ്റ്സ് കിട്ടാനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യുക. അടുത്ത അടിപൊളി എപ്പിസോഡിൽ കാണുന്നവരെ ബൈ ബൈ.